നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ആമുഖത്തോടെ തുടങ്ങാം. ജ്യോതിഷത്തില് പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ അപഗ്രഥിച്ച് പറയുമ്പോൾ അതിലെ ഫലങ്ങള് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ നമ്മളുടെ പാതി, അതായത് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളും കടമകളും കൃത്യമായിട്ട് ചെയ്യുക. അതായത് പ്രാർത്ഥനയോടൊപ്പം, പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്, പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റുള്ള സഹജീവികളോട് കരുണയോടെ പ്രവർത്തിക്കുവാനും ശ്രമിക്കുക. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളുടെ സാമൂഹിക നീതിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും ഭാഷകളും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഫലം നമ്മൾക്കുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാതി നമ്മൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാരം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് എപ്പോഴും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഭാഗ്യഗ്രഹമായിട്ടുള്ള ശുക്രൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതോടെ 7 നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. വേദജ്യോതിഷ പ്രകാരം മെയ് മാസത്തിലാണ് ശുക്രൻ രാശി മാറുന്നത്. ശുക്രന്റെ ഓരോ രാശിയിലും അതിൽ തെളിയുന്ന നക്ഷത്രങ്ങൾക്ക് ജീവിതം ശോഭനകരമാണ്. ശുക്രൻ ആരിലാണോ ശോഭിച്ചിരിക്കുന്നത് അവരിൽ തടസ്സങ്ങൾ അകലുന്നതാണ്. ജീവിതത്തിൽ പിന്നീട് നേട്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതാണ്. അങ്ങനെയുള്ള 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 7 നക്ഷത്രക്കാർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ആ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിക്കാരില് നേട്ടങ്ങള് ഒരുപാട് ഉണ്ടാവാൻ പോവുകയാണ്. തുലാം രാശിയുടെ 7ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. അതിനാൽ തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളേറെ ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. കഷ്ടപ്പാടുകളെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ദാമ്പത്യത്തില് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കുവാനുള്ള യോഗം ഈ രാശി വന്നു ചേരുന്നതോടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നല്ല ആലോചനകളിലൂടെ നിങ്ങൾക്ക് പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിവാഹത്തില് കലാശിച്ച് പ്രശ്നങ്ങളായി നിന്ന ആളുകൾക്കൊക്കെ പങ്കാളികളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും വീണ്ടും സ്വരച്ചേർച്ചയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സ്ഥലക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പുതിയ സാമ്പത്തിക പദ്ധതിയിലൊക്കെ നിങ്ങൾ ചേരുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ മികച്ച നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ തൊഴിൽ നിങ്ങൾക്ക് വന്ന് ലഭിക്കുന്നതാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെടുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മെയ് മാസം മുതൽ വന്നു ചേരുന്നതാണ്. ഇതെല്ലാം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, സഹജീവികളോട് കരുണയോടെ പെരുമാറുക, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം തീർച്ചയായിട്ടും ചെയ്യുക, താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനസമയം, വർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിങ്ങം രാശിക്കാർക്കാണ്. ചിങ്ങം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫലം ഇവരുടെ ബാധ്യതകൾ അകലുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധിച്ച് മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റത്തോടു കൂടിയുള്ള സ്ഥലമാറ്റമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് സംജാതമാവുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. ബിസിനസ്സിലൊക്കെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുന്നുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. ഒരുപാട് യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മെയ് മാസം മുതൽ വേണ്ടിവരും. അതെല്ലാം വളരെ ഫലവത്തായിട്ട് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതാണ്. സ്വത്ത് തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികളുടെ പഠന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമാവുകയാണ്. ഒരുപാട്
ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പഠന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ഭവനം പുതുക്കി പണിയുന്നതിനും പുതിയ ഭവനം വാങ്ങിക്കുന്നതിനുമൊക്കെ ഈ സമയം യോഗമുണ്ടാവുന്നതാണ്. സന്തോഷമുണ്ടാകുന്ന അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ പദ്ധതി ഇടുന്നവർക്കെല്ലാം അത് സാഫല്യം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. ഇതെല്ലാം വന്നു ചേരുവാൻ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. കൂടാതെ സഹജീവികളോട് കരുണ കാണിക്കുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു നിന്ന് തങ്ങളുടെ കർത്തവ്യം പൂർണ്ണമായിട്ടും നിർവഹിക്കുക. തീർച്ചയായിട്ടും ഫലമുണ്ടാവും. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനനസമയം, തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ്. മകരം രാശിക്കാർ വിദ്യാഭ്യാസ കാര്യങ്ങളില് വളരെയധികം ശോഭിക്കുന്നതാണ്. ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. ഉയർന്ന മാർക്കോടെ പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ്. വിദേശ വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം അകലുന്നതാണ്. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യാത്രകള് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി വരുന്നതാണ്. ഈ സമയത്ത് പങ്കാളിക്ക് വേണ്ടി പല കാര്യങ്ങളും സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ വേണ്ടി വരികയും അതിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ബിസിനസ്സിൽ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് വളരെയധികം വിപുലപ്പെടുന്നതാണ്. ഇപ്പോൾ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളും ലാഭത്തിലേക്ക് വരുന്നതാണ് ഈ സമയത്ത്. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം മേന്മ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മെയ് മാസം മുതൽ നിങ്ങൾക്ക് വിദേശ വരുമാനം കൂടുന്ന ഒരു സമയം കൂടിയാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. സഹജീവികളോട് കരുണയോടെ പെരുമാറുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുക. തന്റെ കർത്തവ്യം പൂർണ്ണമായിട്ടും നിർവഹിക്കുക. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനന വർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.